Hi, hello, this is Ashik. You're watching Skylark Pictures Entertainments. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇത്ര നേരം ആഷിക് അത് ഞാൻ സ്റ്റൈൽ പിടിക്കുന്നു. ഒരു അപ്പൂപ്പൻ വന്നിട്ട് പറയില്ലേ അവൻ ആരാണെന്നറിയോ? അതുവരെ എനിക്ക് കേൾക്കണം. അവൻ ഞാൻ യൂട്യൂബിൽ അപ്ലൈ ചെയ്യണം. എനിക്കുണ്ടൊരു ക്രിഞ്ച് പാട്ടത്. അത് പറ. KGF ഇല്ലേ? മലയാളം. നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലേ? പേടിയുണ്ടല്ലേ? നല്ല മാഷാ അല്ലാഹ്. കാണാതെ പഠിച്ചവിടെ ചെല്ലുമ്പോൾ ഇവർ ഇതിനകത്തുനിന്ന് 2 സെന്റൻസ് കട്ട് ചെയ്യും, 2 സെന്റൻസ് അപ്പം ആഡ് ചെയ്യും. അപ്പം നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സെറ്റിലിരുന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്നില്ലേ പറയാറ്. മറ്റേത് നമ്മൾ രാത്രി മുഴുവൻ കാണാതെ പഠിച്ചിട്ട് പോകുന്നതാണല്ലോ. നിഖിലയുടെ കാമുകൻ എല്ലാവരും മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ്. കോഴിപ്പരിപാടിക്കാണ് പ്രണയത്തെ ഇങ്ങനെ പൂങ്കാവനം പറഞ്ഞു പറഞ്ഞത്. ഒരു ചെറിയൊരു കോഴി ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ദേവദാരു പൂത്ത്. വേറൊരു പാട്ട് പറഞ്ഞിട്ട് പോയാ ശംഭോ ശിവശംഭോ. ഭയങ്കര പതുക്കെ പോകുന്ന വണ്ടിയിൽ ഈ പാട്ടിട്ട് കൊടുത്തു. സ്ത്രീ പ്രാതിനിധ്യം വേണ്ട സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് അമ്മയിൽ എന്താ പറയാ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ഒരാൾ വന്നിരുന്നെങ്കിൽ നല്ലതാണ് എന്നുള്ളൊരു ഒരു ജന സംസാരമുണ്ട്. ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ടല്ലോ, നീ തന്നെ പറഞ്ഞാണോ? ജീവിത കഥയൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും മീഡിയ ഉറപ്പിച്ച തഗ്രാണി. Hi, hello, this is Ashik. You're watching Skylark Pictures Entertainments. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കഥ ഇന്ന് ഇത്ര നേരം ആഷിക് അത് ഞാൻ സ്റ്റൈൽ പിടിക്കുന്നു. അപ്പോൾ കഥ ഇന്ന് വരെ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ടീമാണ് എൻ്റെ ഒപ്പം. എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ എനിക്ക് കഥ ഇന്ന് സാറിന് തുടങ്ങുകയാണെങ്കിൽ കഥ ഇന്ന് വരെ നമ്മൾ നോർമലി മലയാളത്തിൽ പറഞ്ഞു വരുമ്പോൾ കഥ ഇതുവരെ എന്നാണ് നോർമലി പറയാറുള്ളത് ശരിക്കും. അപ്പോൾ കഥ ഇന്ന് വരെ എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ? ആ പേരിൽ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഇന്ന് വരെ എന്ന് പറയുമ്പോൾ നമ്മളൊരു കറക്റ്റായിട്ടൊരു കാലഘട്ടങ്ങളുടെ ടൈം ലൈൻ പിടിച്ചു വരുമ്പോൾ ഇന്ന് വരെ, ഈ ഡേ വരെ എന്നുള്ള രീതിയിൽ. അപ്പോൾ കഥ എന്ന് പറഞ്ഞാൽ മണിക്കൂർ കൊണ്ട് മാറാലോ. അപ്പോൾ ആ മൊമെന്റ് വരെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് കഥ ഇന്ന് വരെ എന്നിട്ടത്. ഓക്കെ, എനിക്കില്ല ഈ കഥ ഇന്ന് വരെ എന്നുള്ള കഥ കേൾക്കുമ്പോൾ എന്തായിരുന്നു ആദ്യം ഹോണ്ട് ചെയ്തൊരു കാര്യം? എന്താണ് ആ ക്യാരക്ടർ ചെയ്യാൻ തോന്നിയ പ്രേരിപ്പിച്ചൊരു കാര്യം? ഞാൻ അങ്ങനെ അധികം ലവ് സ്റ്റോറീസ് ഭയങ്കര, അതായത് പ്രോപ്പർ ലവ് സ്റ്റോറീസ് ചെയ്തിട്ടില്ല. എനിക്കൊരു ലവ് സ്റ്റോറി വന്നപ്പം പിന്നെ ഇവരൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. എന്തേലും പാളിയാലും പറയുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ചെയ്താണ് പുതുമ കണ്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചെയ്യാൻ ആഗ്രഹമില്ല. വേറെ ആരും ചെയ്തിട്ടില്ല എന്നല്ല, ഞാൻ ചെയ്തിട്ടില്ല. ബാക്കിയുള്ള എല്ലാവർക്കും ലവ് സ്റ്റോറീസ് ഉണ്ടാവുമല്ലോ. നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രണയിക്കാന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കണ്ണും കണ്ണും നോക്കുക, അങ്ങനെ കണ്ടിച്ചിരിക്കുക, അങ്ങനത്തെ സാധനം ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ പറയുമ്പോൾ ചിരി വരും സാധാരണ. അപ്പൊ അത് ആദ്യമായിട്ടാണ് ഞാൻ. അല്ല, അത്തരം പ്രണയങ്ങളോടുള്ള കാഴ്ചപ്പാട് എന്താ ശരിക്കും? എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല. സോ എന്താണ് ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ? അതെ, ഒരു ലവ് സ്റ്റോറിയാണ്. എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഉമ എന്നാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ലവ് ഇൻട്രസ്റ്റ് ക്യാരക്ടറാണ്. അപ്പം ഭയങ്കര ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ പ്രണയിക്കുന്നത് ഒരു സിനിമയിൽ. ഇങ്ങനെ നോക്കുക, ലവ് സോങ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൊരു പ്രോപ്പർ പ്രണയം പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. അതൊരു പാട്ടേ ഉള്ളൂ. പാട്ട് കൊന്ന് വിട്ട് അങ്ങനെയാണ്. അല്ലാതെ സീനുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രണയം ഡെവലപ്പ് ആവുന്നതോ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. മീൻസ് സിനിമകൾ, പ്രണയമുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഒന്നെങ്കിൽ പറയാതെ പോകുന്ന പ്രണയമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള പ്രണയമായിരിക്കും, അങ്ങനത്തെയൊക്കെ. അല്ലാതെ ഈ കോളേജ് പ്രേമം പോലത്തെ സാധനങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഒരു പുതിയ നിഖിലയെ നമുക്ക് കാണാമെന്ന് പറയാം. അതെ അതെ. ഫൈൻ. അപ്പോൾ ആരാണ് ഇതിൽ കാമുകൻ? നിഖിലയുടെ കാമുകൻ എല്ലാവരും മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ്. കോഴിപ്പരിപാടിക്കാണ് പ്രണയത്തെ ഇങ്ങനെ പൂങ്കാവനം പറഞ്ഞു പറഞ്ഞത്. ഒരു ചെറിയൊരു കോഴി. ഒരാൾക്ക് പോകുന്നതിൽ കൂടുതൽ പ്രണയമാവാലോ. ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ട് ഇല്ലില്ല, അയ്യോ ഞാൻ അത് പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പറയില്ല. സിൻസിയർ ആയിട്ട് റിലേഷൻഷിപ്പ് ഇരിക്കേ. നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലേ? പേടിയുണ്ടല്ലേ? നല്ല എന്റെ കല്യാണം കഴിഞ്ഞ അതാണ് ഒന്നുകൂടെ പേടി. ഗേൾ ഫ്രണ്ടോ? അങ്ങനെയല്ല. ഞാൻ അക്കിം ബ്രോ എന്താണ് അഭിപ്രായം ആ പറഞ്ഞതിനോട്?
ഒന്നിലധികം ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. അല്ല, എന്നാലും നമ്മൾ കമ്മിറ്റഡ് ആകുമ്പോൾ ആ കമ്മിറ്റ്മെന്റ് ഇല്ലേ നമുക്ക്? ഇപ്പൊ ആ പാർട്ണർക്ക് കുഴപ്പമില്ലെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പൺ റിലേഷൻഷിപ്പിലുള്ള എത്ര ആൾക്കാരുണ്ട് കേട്ടിട്ടില്ലേ ഓപ്പൺ റിലേഷൻഷിപ്പ്? ശരി. അല്ല, അത് സമ്മതമുള്ള കേസിലാണ് കമ്മിറ്റഡ് എന്ന് പറയണ്ടല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊന്നുമല്ല, അല്ലേ? ആ സമ്മതമുള്ള കേസിലും കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ. നമ്മള് കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കഥകൾ പറയുമ്പോഴാണല്ലോ സിനിമയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്, അത് കാണാൻ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ പല പല ആംഗിളിൽ ഉണ്ടാവും. ആ പോയിന്റ് ഇഷ്ടപ്പെട്ടു. അതെന്താ എനിക്കും അനുസരിക്കും പ്രേമിച്ചോളെ? അങ്ങനെ ശരി, കാലം മാറുന്നതിനനുസരിച്ച്. എന്താ അനുസരിച്ച് അങ്ങനെ ഒരു കഥ? ഇവരിൽ ആരാണ് പേർന്ന് വയ്ക്കുന്നത്? ഞങ്ങൾക്ക് എന്താ പേരായിക്കൂടെ? പ്രോഗ്രസീവ് തിങ്കിങ്. ആവാം, എന്തും ആവാം. ആവണ്ടെന്ന് പറയാൻ ഞാനും അറിയില്ല. പ്രണയം ആ ശരി, ഇതിഹാസ പോലത്തെ കഥ സിനിമയൊക്കെ ചെയ്ത ആള് പറയുമ്പോ ഞാൻ അംഗീകരിക്കും. അപ്പൊ ശരിക്കും ഇതിൽ അങ്ങനെയാണോ? അങ്ങനെ ചെയ്ത അവാർഡ് കിട്ടിയത്. ആ, അങ്ങനെ ചെയ്ത അവാർഡ് കിട്ടുമെന്നോ? കിട്ടിയേനെന്ന് പുരോഗമനം പറഞ്ഞ അവാർഡ് കിട്ടും. സാറിന്റെ അഭിപ്രായം എന്താ ശരിക്കും? അങ്ങനെ ഈ പുരോഗമന പരിപാടി അത് വേറെ തരം പുരോഗമനം. ശരിക്കും അങ്ങനെ ഉണ്ടോ? അതാണോ കഥ? സെപ്റ്റംബർ 20. അപ്പൊ എന്താണ് അനുശ്രീയും നിഖിലും തമ്മിലുള്ള പ്രണയമാണോ കഥ എന്നൊക്കെ അറിയാം. സെപ്റ്റംബർ 20 സിനിമ കാണണം. അപ്പൊ ഞാൻ ബാക്ക് ടു ക്വസ്റ്റ്യൻസ്. ഞാൻ ആരടാ? ഓക്കെ, ഞങ്ങള് അങ്ങനല്ലേ ആർത്തി ചോദിക്കുന്നത്? ഇത്രയും പേര് നിരന്നിരിക്കും, കൺഫ്യൂസ്ഡ് ആണ് ഞാൻ. കഥാപാത്രത്തെ പറ്റി ആദ്യം പറയും. എന്താണ്? അതാണ് പറയാൻ പറ്റത്തത്. വേറെ എന്ത് വേണമെങ്കിലും ചോദിക്കും. ഇങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്, അത് പടം കണ്ടാലേ മനസ്സിലാവും. ആർക്കും ഒന്നും പറയാൻ പറ്റാത്തതിന് കാരണമുണ്ട്. ശരി ശരി, ഓക്കെ ഫൈൻ. ഇത് ഞങ്ങളുടെ ക്യാരക്ടറിന്റെ പേരുകൾ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കാണുന്ന പരിപാടിയല്ല, നിലവിൽ കണ്ട സംഭവങ്ങളല്ല ശരിക്കും അല്ലേ? പോസ്റ്റർ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. പിന്നെ അതിന് കൂടുതലായിട്ടൊന്നും ഒരുപാട് പ്രണയ സിനിമകൾ വരുന്നുണ്ടല്ലോ. പ്രണയങ്ങൾ പറയുന്ന ഒരു സിനിമ. അപ്പം ഏതൊക്കെ ആൾക്കാർ ആരൊക്കെ തമ്മിലാണെന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ആരാണ്. പിന്നെ അതിനകത്ത് പ്രണയം എന്ന് പറയുമ്പോൾ അതിനകത്ത് പല പശ്ചാത്തലത്തിൽ പല കാര്യങ്ങളുണ്ടല്ലോ. പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ജീവിത പശ്ചാത്തലങ്ങൾ ഉണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഒരു രീതിയിലാണ് കഥ പോകുന്നത്. പിന്നെ പ്രണയ സിനിമകൾ ഒരുപാട് സിനിമകൾ നമ്മൾ വന്നിട്ടുണ്ട്, പലതരത്തിലുള്ള പ്രണയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു പുതുമ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവണമല്ലോ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫൈൻ. ഹക്കീം അത് തന്നെയാണോ? പറയാൻ പറ്റില്ല, അതല്ലേ പറയാൻ പറ്റില്ല എന്നാണോ കഥാപാത്രത്തെ പറ്റി? റിവീൽ ചെയ്യാൻ പറ്റാത്ത നിഗൂഢമായ ക്യാരക്ടറാണോ? ഇല്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇടി വെച്ച് തരാം. എല്ലാവരുടെയും നൂല് കയ്യിലിരിക്കുക പുള്ളിയുടെ. എന്റെ കഥാപാത്രത്തിന് പറഞ്ഞ പോലെ പേരൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പാവം ചെറുപ്പക്കാരൻ. അങ്ങനെ ഒരാളുടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലവ് കഥയാണ്. ശരി, ഞാൻ അനുശ്രീയുടെ അടുത്ത് ചോദിക്കാൻ ആഗ്രഹിച്ചൊരു ചോദ്യം, ലൈക്ക് അനുശ്രീ എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണ്. ഈ ലാൽജോ സാർ എന്ന് കണ്ടെത്തുന്നതിന് മുമ്പേ ഉള്ളൊരു അനുശ്രീയില്ലേ, ഞാൻ പറയുന്ന സ്കൂളിലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് അനുശ്രീക്ക് എപ്പോഴെങ്കിലും ഒരു സിനിമക്കാരി ആവണം, ഒരു നടിയാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു? ഇല്ല, കാരണം അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിൽ നിന്ന് സിനിമാ ലോകം എന്ന് പറയുന്നത് വരാനായിട്ട് വളരെ കണ്ണത്താ ദൂരത്തിലായിരുന്നു. വല്ലപ്പോഴും കാണുന്ന ഗണേശ് ചേട്ടൻ മാത്രമായിരുന്നു ഞങ്ങളുടെ ഒരു സിനിമാ താരം. അതുകൊണ്ട് അദ്ദേഹം വരുന്ന എല്ലാ പാർട്ടി പരിപാടിക്കും പോയി ഞങ്ങൾ മാലയിടുമായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ഷെയ്ക്കാൻ്റെ ഞങ്ങൾ സിനിമ തന്നെ കൈ പിടിച്ചു, ഈ സംഭവമായിരുന്നു. അപ്പൊ ആ ഒരു ലൈറ്റ് ഓഫ് ആയോ? ഇവര് കൊണ്ടൊന്നും ഓഫ് ആയിട്ടില്ല. അപ്പോ ആ ഒരു സ്ഥലത്ത് നിന്നും ഞാനൊരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് വളരെ വിദൂരത്തിൽ കണ്ടൊരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല, മുന്നേ ആലോചിച്ചിട്ടില്ല. ഞാനും പിന്നെ ഈ പറഞ്ഞ പോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും അധികം ആക്റ്റീവ് ആയിട്ടുള്ള ആളായിരുന്നില്ല. ഞാൻ സ്പോർട്സിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ +2 ഒക്കെ കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്തേക്ക് ഒരു കോഴ്സിന് വേണ്ടിയിട്ട് പോയപ്പോൾ ചെറുതായിട്ട് മീഡിയയിലോട്ട് വരികയും ആൽബംസിലൊക്കെ, അന്ന് ഡിവോഷണൽ ആൽബംസ് ഒക്കെ ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അങ്ങനെ വരികയും അതുവഴിയാണ് എനിക്ക് റിയാലിറ്റി ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയതും പിന്നെ അവിചാരിതമായി ഞാനതിൽ വിജയിക്കുകയും ഡയമണ്ട് നെക്ലേസ് ചെയ്തതും. അല്ലാണ്ട് മുന്നേ ഒന്നും ഞാനങ്ങനെ ഭാവിയിൽ സിനിമാ നടി ആവണം അങ്ങനെ ചിന്തിച്ചാൽ നടക്കുമോന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് പോയിട്ടില്ല. അങ്ങനെ അതൊരു സ്വപ്നമേ അല്ലായിരുന്നു. അല്ല. ഓക്കെ, നിങ്ങൾ ഈ ഭാഷകൾക്ക് എന്നോടാണ് അവിടെയായിരുന്നു എക്സ്പെക്ട് ചെയ്തല്ലേ?
എങ്കിൽ ഈ ഭാഷകൾക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ സംസ്കാരമായിട്ട് ഇഴചേരുന്നൊരു ബന്ധമുണ്ട്. ഇപ്പോൾ മലയാളത്തിലാണെങ്കിലും ശരി, തമിഴിലാണെങ്കിലും ശരി. നിഖില തമിഴ് സംസാരിക്കുന്നത്, ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മലയാളം പ്രേക്ഷകർ തമിഴ് സിനിമ കണ്ടവർക്ക് തമിഴ് സംസാരിക്കാൻ പറ്റും. പക്ഷെ നിഖിലയുടെ സംസാരം ആ ഒരു സംസ്കാരത്തെയും കൂടി ഉൾക്കൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത്രയും ഫ്ലുവൻ്റ് ആണ്, എഫിഷ്യൻ്റ് ആണ്. സോ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാനങ്ങനെ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. അല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ പഠിച്ചത്. നിഖില തമിഴ് സംസാരിക്കുന്നത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചത്. എനിക്ക് ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് ഇവർ സ്ക്രിപ്റ്റ് തരില്ല നമുക്ക്. പിന്നെ ഇവർ സ്ക്രിപ്റ്റ് തരുന്നത് ഇവർ എല്ലാം നമുക്ക് മലയാളം ട്രാൻസ്ലേഷനാണ് തരിക. അപ്പോൾ നമ്മളിത് മറ്റോ കാണാതെ നമുക്ക് ബാപ്പ ഭാഷ അറിയില്ല, നമ്മളിത് മുഴുവൻ കാണാതെ പഠിക്കണം. നമ്മൾ കാണാതെ പഠിച്ച അവിടെ ചെല്ലുമ്പോൾ ഇവർ ഇതിനകത്തൊന്ന് 2 സെൻറ്റൻസ് കട്ട് ചെയ്യും, 2 സെൻറ്റൻസ് അപ്പം ആഡ് ചെയ്യും. അപ്പോൾ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ സെറ്റിലിരുന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരിക്കും, ഇത് കിട്ടുന്നില്ലേ എന്ന് പറയാറ്. മറ്റേത് നമ്മൾ രാത്രി മുഴുവൻ കാണാതെ പഠിച്ചിട്ട് പോകുന്നതാണല്ലോ. അപ്പം പിന്നെ അതായത് ഇത് ബാക്കി എല്ലാവർക്കും അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യം, എനിക്കിത് വളരെ സ്ലോലി നടക്കുന്ന ഒരു പ്രോസസ്സായപ്പോൾ ഞാൻ അങ്ങോട്ട് എന്നാൽ പിന്നെ ഇതങ്ങോട്ട് പഠിച്ചേക്കാം, എന്തായാലും ഞാൻ സിനിമയിൽ അഭിനയിക്കാം, ഒന്നും പിന്നെ ഇതങ്ങോട്ട് പഠിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് പഠിച്ചാണ്. അപ്പം ഞാൻ പഠിച്ചപ്പോൾ ഞാൻ എഴുതാനും വായിക്കാനും പഠിച്ചു. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു തമിഴ് ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. ആ തമിഴ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്, ഡബ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ആ സമയത്ത് എനിക്ക് അങ്ങനെയായിരുന്നു എന്നെ പഠിപ്പിച്ചത്, ഡബ് ചെയ്യണം. അപ്പം ഒരു ദിവസം ആരോടെങ്കിലും തമിഴിൽ സംസാരിക്കണം. അപ്പം ഞാൻ പറയുന്ന പൊട്ടത്തമിഴെല്ലാം അവർ കേട്ട് അവർ പറയുന്നത് കേട്ട് ഞാൻ അങ്ങനെ പഠിച്ചതാണ്. അടിപൊളി. പക്ഷെ നന്നായിട്ട് സംസാരിക്കുന്നു. മറ്റേ നിങ്ങൾ തമിഴ് സിനിമ കണ്ടിട്ട് വാങ്ങാ പോകാന്ന് പറയുന്ന പോലെയല്ല, ഞാൻ ശരിക്കും പഠിച്ചതാണ്. ഓക്കെ, അക്കിം ബ്രോ, നമുക്ക് ഈ നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു നടനും അതില്ലാത്ത ഒരാളും അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാടകത്തിൽ നമ്മളെ എക്സ്പീരിയൻസ് അഭിനയത്തിലേക്ക്, ഞാൻ കേട്ടിട്ടുണ്ട് നാടകം കുറച്ചുകൂടി ലൗഡാണ്, സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ലൗഡായിട്ടാണ് സംസാരിക്കുന്നതെന്ന് കേട്ടോ. അറിയില്ല അങ്ങനെയാണോ, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് ആ സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എത്രത്തോളം സഹായകരമാകും? ഞാൻ ചെയ്ത നാടകം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഇൻറ്റിമേറ്റ് തിയേറ്റർ ആയിരുന്നു. അതായത് നമ്മൾ കാണുന്ന സോക്കോൾഡ് അമ്പലപ്പറമ്പിലെ നാടകം അതല്ല ചെയ്തത്. ഇത് ഭയങ്കര ഇൻറ്റിമേറ്റ് തിയേറ്റർ, അതായത് ചെറിയ സ്പേസാണ്. അപ്പം ഞങ്ങൾ അത്ര ലൗഡായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സൗണ്ട് കൊണ്ടാണെങ്കിലും എക്സ്പ്രഷൻ കൊണ്ടാണെങ്കിലും ആ ഒരു പേഴ്സോണ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്പലത്തിൻ്റെ ഏറ്റവും പുറകിലിരിക്കുന്ന ആൾക്ക് കാണാനും അയാൾക്ക് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് അത്ര ലൗഡാവുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ കൈൻഡ് ഓഫ് തിയേറ്ററിൽ ഭയങ്കര അമച്ചുറായിട്ടുള്ള ഈ പ്ലേയിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എനിക്കറിയില്ല. പിന്നെ ഇതെല്ലാം ഭയങ്കര ഡിഫറെൻറ്റ് മീഡിയംസ് അല്ലേ, അതായത് അത് വേറൊരു മീഡിയം, സിനിമ വേറൊരു മീഡിയം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീല് വേറൊരു മീഡിയം, പരസ്യം വേറൊരു മീഡിയം, വേറെ നമ്മൾ കാണുന്ന സാധാരണ സീരിയൽസ് വേറൊരു മീഡിയം. അപ്പോൾ അതിനെല്ലാം ഭയങ്കര ഡിഫറൻസ് ആണ്. അത് മനസ്സിലാക്കാനുള്ള സെൻസിബിലിറ്റി ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇതെല്ലാം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളും ഉണ്ടല്ലോ. അപ്പോൾ വേറൊരു അതൊരു കോമൺ സെൻസിബിലിറ്റി അല്ലേ, അത് മനസ്സിലായാൽ മതി ഇവിടെ എന്താ നടക്കണമെന്നുള്ളത്. ഞാൻ ബുദ്ധിപരമായിട്ട് ചോദിച്ചു എന്ന് വിചാരിച്ചു അല്ലേ. ഡയറക്ടർ സാർ, ഇപ്പോൾ ഒരുപാട് റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം എന്താ പറയുക, ആളുകൾ അവരുടെ പാഷനിലേക്കും ഡെസ്റ്റിനിയിലേക്കും എത്തിക്കാൻ, അവരുടെ പാഷനിലേക്കും ഡെസ്റ്റിനിയിലേക്കും എത്തിക്കാൻ, ഇപ്പോൾ അക്കിം ബ്രോ ആണെങ്കിലും തന്നെ നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോഴും ആ കഥ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈ പറയുന്ന ഒരു ജേണിയില്ലേ, അതായത് എത്ര റിജക്ഷൻ കിട്ടിയാലും ഞാൻ എത്തേണ്ട അടുത്ത് എത്തുമെന്ന് നമ്മളെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകമായി സിനിമ മാറാനുള്ള കാരണം എന്താണ് ശരിക്കും? അല്ല, എനിക്ക് ഈ സാധാരണഗതിയിൽ ആളുകൾക്ക് സംഭവിക്കുന്ന പോലത്തെ റിജക്ഷൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് സിനിമയിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ഇതെല്ലാം ഞാൻ വിചാരിച്ച സമയങ്ങളിൽ ആദ്യത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരു ബ്രേക്ക് അല്ലെങ്കിൽ അതിനൊരു ഇത് വന്നതെന്ന് വെച്ചാൽ, ഞാൻ സിനിമ ഉണ്ണി ആയിട്ട് ചെയ്യാൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം അന്ന സമയത്ത് ഇപ്പം ഉണ്ണിക്ക് ഇപ്പോൾ ഉള്ളൊരു മാർക്കറ്റ് അങ്ങനൊന്നും ഒരു വാല്യൂ ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാനായിട്ട് കുറേ ഉണ്ട്. അപ്പോൾ ഏകദേശം 10-40 പ്രൊഡ്യൂസേഴ്സിനോട് ഞാൻ പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അന്നെന്ന് വെച്ചാൽ എല്ലാവർക്കും കഥയൊക്കെ ആയിരുന്നു, നമ്മൾ ബഡ്ജറ്റ് 3.5 കോടി രൂപയ്ക്ക് താഴെയുള്ള ബഡ്ജറ്റിലെ സിനിമയായിരുന്നു, എല്ലാം ഒക്കെ ആയിരുന്നു. പക്ഷെ അന്ന് ഉണ്ണിയുടെ വാല്യൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരന്ന് ചെയ്യാൻ തന്നെ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അത് മൊത്തം അന്ന് അങ്ങനെ പോയത്. പക്ഷെ ഞാൻ ഉണ്ണിയെ വെച്ച് തന്നെ ചെയ്യുള്ളൂ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ അങ്ങനെ പോയത്. പക്ഷെ അന്ന് ഈ പറഞ്ഞ 3.5 കോടി രൂപയ്ക്ക് അന്ന് സിനിമ ചെയ്യാൻ പറ്റാതിരുന്ന, അല്ലെങ്കിൽ അന്ന് ആ സിനിമ ചെയ്യാൻ ബുദ്ധിമുട്ട് വന്ന ഇന്ന് ഉണ്ണി ചെയ്യുന്ന സിനിമ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ പടത്തിന് 30 കോടിയാണ് ബഡ്ജറ്റ്. ചില ആ ഒരു ഗ്രോത്ത് ഉണ്ടായി. ഇപ്പം നല്ല മേപ്പടി തന്നെ എന്നെ സംബന്ധിച്ച് പറയുമ്പം നമ്മളൊരു സിനിമ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ആ സിനിമ ചെയ്തതിലൂടെ എന്താ പറയുക, അതിൽ നിന്നിപ്പം ഉണ്ണിയുടെ ഒരു കരിയറിലൊരു ബ്രേക്ക് ത്രൂ ആയതാണ്, ഒരു ചേഞ്ച് വന്ന സിനിമ എന്ന നിലയിൽ നമുക്ക് അതും കൂടെ അതിനൊരു പാർട്ടായും കൂടെ സന്തോഷം നമുക്ക് ഉണ്ട്. ഞാൻ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ആക്ച്വലി ആളുകൾ കണ്ടിട്ട് കുറ്റം പറയാത്തൊരു സിനിമ ചെയ്യണം, അതായത് എന്ത് സിനിമയാണെന്ന് ചോദിക്കാത്തൊരു സിനിമ ചെയ്യണം
രണ്ട് പ്രൊഡ്യൂസർക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു പ്രയോറിറ്റി എനിക്ക്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഷൂട്ട് ടൈമിൽ ഇപ്പോൾ ആദ്യത്തെ പടം ചെയ്യുമ്പോഴായാലും ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ട്, അതായത് എങ്ങും ആവശ്യമില്ലാതൊരു സമയം പോകരുത്, ഡേയ്സ് പോകരുത്, പൈസ ആവശ്യമില്ലാതെ സ്പെൻഡ് ചെയ്യരുത്, അങ്ങനത്തെ ഒരു മൈൻഡിലാണ് ഞാൻ എപ്പോഴും. പ്രൊഡ്യൂസറിന് പൈസ കിട്ടണം എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ചെയ്യുന്നത്. അത് രണ്ട് സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലെ നമുക്കത് ഡേയ്സ് നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാട്ടിൽ ഏകദേശം 8-10 ദിവസം കുറച്ചിട്ടാണ് രണ്ട് സിനിമകളും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പം എന്താ പറയുക, അങ്ങനെ അതാണ് എന്താ പറയുക സിനിമയുടെ റിജക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ, അതായത് പ്രൊഡക്ഷൻ സംബന്ധമായ അന്ന സമയത്ത് ഉണ്ടായ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും നിമിത്തമാണല്ലോ, അതുകൊണ്ടാണ് ഉണ്ണി അത് പ്രൊഡക്ഷൻ ചെയ്യാതെ ചെയ്തതും UMF എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കിയതും. UMF ഇപ്പോൾ 2, 3, 4 സിനിമ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു തുടക്കം, അതെല്ലാം നിമിത്തം ഒരു തുടക്കമായ സംഭവം ഉണ്ടായി. അപ്പോൾ അത് ഉണ്ട്. അല്ലാതെ എന്നെ സംബന്ധിച്ച് സിനിമയിൽ പല കാര്യങ്ങളും ഈസിയാണ്. ഞാൻ കഥ പറഞ്ഞ 2 പേരൊഴിച്ച് ബാക്കി ആരോടും എനിക്ക് ആരും നോ പറഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ ഒരു നിഖില് നോക്കിട്ട് ആരും നോ പറഞ്ഞില്ല, ബാക്കി അപ്പൊ അങ്ങനെ ഈ റിജക്ഷനെങ്കിലും നേരിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പിന്നെ എനിക്ക് ആ കൊറോണ മാത്രമേ ഉള്ളൂ നമ്മളെ കുറച്ച് ഇതാക്കിയത്, അല്ലാതെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ സിനിമ ഈ പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ല, എല്ലാവരും ഇതിനകത്തൊരാൾ പോലും കഥ പറഞ്ഞപ്പോൾ ബിജേറിനോടായാലും പറഞ്ഞ ആദ്യത്തെ 5 മിനിറ്റിൽ ഓക്കെ ആയിരുന്നു. പിന്നെ ഈ മേതിൽ ദേവിക മാത്രമാണ് ഞാൻ 1.25 വർഷം ബാക്കിയെല്ലാം അങ്ങനെ. ഓക്കെ നമുക്ക് ചെറിയൊരു സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഒരു സംഭവം പരിപാടി. ഓക്കെ, കുറച്ച് ചെറിയ കുഞ്ഞു ചോദ്യങ്ങളാണ്. ഫസ്റ്റ് എല്ലാവർക്കും കേട്ടോ, നിങ്ങളുടെ മൂഡിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഏത് വിധേനയും ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു പാട്ട് ഉണ്ടാവില്ലേ? നമുക്കൊക്കെ ഉണ്ടാവില്ലേ ഒരു പാട്ട് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇല്ലേ? എനിക്കുണ്ടൊരു ക്രിഞ്ച് പാട്ട്. പാട്ട് പറ. എനിക്കുണ്ടൊരു ക്രിഞ്ച് പാട്ട്. അത് പറ. നിഖിലാകുമല്ലേ ക്രിഞ്ച് പാട്ട് ഏതാന്നറിയോ? KGF ഇല്ലേ? മലയാളം അല്ല, അല്ല ധീര അത് അതിന്റെ മറ്റേ മലയാളം വേർഷൻ. അത് ജോ ആൻഡ് ജോന്റെ സമയത്ത് അവരെല്ലാരും മറ്റേ ഇൻസ്പിറേഷൻ കേൾക്കുന്നു. അപ്പൊ അത് കേട്ടിട്ട് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ വേണമെങ്കിൽ മറ്റൊരു അപ്പൂപ്പൻ വന്നിട്ട് പറയില്ലേ അവൻ ആരാണെന്നറിയോ, അതുവരെ എനിക്ക് കേൾക്കണം. അവിടെ ഞാൻ യൂട്യൂബിൽ അപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പറ, ഇൻസ്പയർഡ് ആവുന്ന, തളർന്നിരിക്കുമ്പോ. അങ്ങനെ ഒരു പാട്ടില്ല ശരിക്കും. ഞാൻ ഒരുപാട് പാട്ടുകൾ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു പാട്ട് മാത്രം ഇങ്ങനെ മോസ്റ്റ് ഫേവറേറ്റ് സോങ് ഏതാ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. റൊമാൻ പാട്ടുകളൊക്കെയാണ് കൂടുതലും കേൾക്കുന്നത്. ഒരു പാട്ട് കന്നത്തിൽ മുത്തോണ്ട് എത്ര പാട്ടുകൾ, പഴയ പാട്ടുകളൊക്കെ റൊമാൻറ്റിക് സർ. ഞാൻ അടുത്ത കാലത്ത് എനിക്ക് സ്ഥിരമായി കേൾക്കുന്ന ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ദേവദാരു പൂത്ത്. അത് വേറൊരു പാട്ട് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ബാറ്ററി വിട്ടുപോകുന്നു. സെപ്റ്റംബർ 20-ാം തീയതി കേൾക്കാം. ദേവദാരുവിന് എന്ത് സംഭവിച്ചു? ദേവദാരു ഈ പടത്തിലുണ്ട്. ആ പുള്ളി അത് സൈഡിൽ കൂടെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ശരിക്കും ഈ സിനിമയിൽ നമ്മൾ ഈ ദേവദാരു പൂത്തു എന്ന് പറഞ്ഞ പാട്ട് ഉപയോഗിക്കുന്നുണ്ട്. വിഷ്ണുവിന്റെ ഒരു പ്രൊമോഷൻ കിങ് ആണ് പുള്ളി. എങ്ങനെ ആലോചിച്ചാലും സെപ്റ്റംബർ 20 കഥ ഇന്ന് വരെയും ദേവദാരും വരണം. സിനിമയുടെ കഥയ്ക്ക് പാട്ടുമായിട്ടൊരു ബന്ധമുണ്ട്. സിനിമയുടെ കഥയ്ക്ക് ബന്ധമുള്ള പാട്ടല്ല ചോദിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൽ പാട്ടാ ചോദിച്ചത്. ഞാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആ പാട്ടാ. അതുപോലെ മിക്സിങ്ങിനും പോയിട്ട് കേൾക്കണായിരിക്കും, അതല്ലേ ചോദിക്കണേ. ആലോചിക്കാൻ സമയം എടുത്തത് പരീക്ഷയ്ക്ക് ചോദിച്ചു. പറയുന്ന പോലെ കേട്ട ഉടനെ ഇൻസ്പയർ ആയി അങ്ങനെ ഇല്ല. ഞാനും ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ് കേൾക്കുന്നത്. ഇപ്പൊ രാവിലെ എണീറ്റാലും എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കും വീട്ടിൽ തന്നാവുമ്പോ രാവിലെ നല്ല കാപ്പി ഉണ്ടാക്കുവോ ഒക്കെ വെക്കേണ്ട സമയത്ത് ഏതെങ്കിലുമൊക്കെ പാട്ട് പ്ലേ ചെയ്യുവാണെങ്കിൽ മെലോഡിയസ് ആയിട്ടുള്ള ഇടുള്ളൂ. പിന്നെ 14 രാവിലെ മാർഗഴി മല്ലിയൊക്കെ ഇടുന്നത് ഞാൻ ആ വഴിയൊക്കെ പൊക്കോളും. അത് മതി. യെസ്, അവിടെ അങ്ങനെയൊന്നുമില്ല.
സത്യമായിട്ടും അങ്ങനെയൊന്നും ദേവദാരു പൂത്തു. ഒന്നുമില്ല. ദേവദാരു അത് പറയാമല്ല. ഓക്കെ, അത് പറയാം. സസ്പെൻസ് ഒന്നും നമ്മൾ പുറത്തു വരണ്ട. എന്നാലും ഒരു പാട്ട് ഇല്ലടോ. ഇതെന്താ എനിക്ക് മാത്രമേ ഉള്ളൂ? എനിക്ക് വേറെ ഉണ്ട്, ഞാൻ പറയാം. നിഖില മാത്രമാണ്. എനിക്ക് കുറെ ഉണ്ട്. ആർക്കിവിന് വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു പാട്ടുണ്ട്. പിന്നെ വണ്ടി ഓടിക്കുമ്പം മറ്റേ വണ്ടിയുടെ ഡ്രൈവർമാർ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അല്ലല്ല, ഒന്ന് ഗില്ലിയിലെ പാട്ടോട്, ഒന്ന് മറ്റേ നാടോടികളുടെ പാട്ടില്ലേ, ശംഭോ ശിവ ശംഭോ. ഞാൻ ഭയങ്കര പതുക്കെ പോകുന്ന വണ്ടിയിൽ ഈ പാട്ടിട്ട് കൊടുത്തു, സ്പീഡിൽ പോകും. ആ പാട്ടിന് അങ്ങനെ ഒരു അതിന്റെ ടെമ്പോന് ആൾക്കാർ സ്പീഡിൽ പോയേ പറ്റും. എന്നിട്ട് സ്പീഡിൽ പോകാത്ത ചേട്ടന്മാർക്ക് കഴിയില്ല, വണ്ടി ഓടിക്കാൻ കഴിയില്ല. അങ്ങനെ ചിലരൊന്നും പോവില്ലല്ലോ. ഈ പാട്ടിന് അതിനൊരു ആ ഒരു ടെമ്പോ ഉണ്ട്, ആ സാധനം ഉണ്ട്. അതുകൊണ്ട് ഗില്ലിയിലെ മറ്റേ പാട്ടാണോ? അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കുറെ ടപ്പാങ്കൂത്ത് പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സിനിമ എനിക്ക് എത്ര കണ്ടാലും മടുക്കില്ല. ആ ഡയലോഗ്സ് ഒക്കെ എനിക്ക് അറിയാം, എന്നാലും ഞാനത് ടി വി ഒന്നും കാണും. മണിച്ചിത്രത്താഴ്. അതെ, മണിച്ചിത്രത്താഴും ഉണ്ട്, എനിക്ക് ചിത്രവും ഉണ്ട്. എനിക്ക് മറ്റേ പടമുണ്ട്, മിഥുനം. സിനിമ പറ. ഇല്ല, മണിച്ചിത്രത്താഴ് തിയേറ്ററിൽ വന്നപ്പോഴും ഞാൻ പോയി അങ്ങനെയില്ല, സത്യമായിട്ടുമില്ല. ഒരു സിനിമ റിപ്പീറ്റ് ആയിട്ട് കാണില്ല. കാണും, പക്ഷെ എനിക്ക് അപ്പോ അങ്ങനെ അല്ല കണ്ടിരിക്കുന്ന പോലെ ഡയലോഗ്സ് ഒക്കെ കണ്ടതാണെങ്കിൽ ഞാൻ മടുക്കും. കണ്ടതാണെങ്കിൽ ഞാൻ മടുത്തു. ഈ കോമഡി സിനിമകളൊന്നും കല്യാണരാമൻ പുലിവാൽ 1-2 പ്രാവശ്യം കണ്ടുണ്ടാവും. പിന്നെ കാണാൻ എനിക്ക് തോന്നാറില്ല. കണ്ടു, പിന്നെ എനിക്ക് അറിയാലോ നെക്സ്റ്റ് എന്താണ് കോമഡി. എന്നിട്ടും എനിക്ക് ഇതുണ്ട്, മിഥുനം. മിഥുനം സാർ, ഞാൻ വെള്ളിമൂങ്ങ. അത് ജീവിത കഥയാണ്. ബിജുചേട്ടനുണ്ടല്ലോ പടമായിട്ട് കണക്ക് എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോ ബിജു നമ്മുടെ പർപ്പസ് മറന്നു. അല്ല, നമുക്ക് അടുത്തതിനെ പിടിക്കുന്ന. ഓക്കെ, പിന്നെ ആരാ പറഞ്ഞില്ല മണിച്ചിത്രത്താഴ് ആരും പറഞ്ഞില്ല, എല്ലാരും പറഞ്ഞു. പഴയ ഒരു ക്യാരക്ടർ, അതായത് പണ്ട് നമ്മൾ കണ്ട് മറന്ന സിനിമകളിലെ ക്യാരക്ടറൊക്കെ ക്ലീശ ചോദ്യമാണ്, എന്നാലും പറ ചെയ്യാൻ ഒരു ഓഫർ. ബിജുചേട്ടന്റെ പണ്ടത്തെ പോലീസ് മറ്റേതുണ്ടോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതേ സിനിമയില അല്ല അതുപോലത്തെ ബിജുചേട്ടൻ ഒരു സാധനല്ലേ എനിക്ക് നിങ്ങളെ അത് ശിവ പറഞ്ഞില്ലേ? എനിക്ക് ബിജുചേട്ടന്റെ മധുരം ബിജുചേട്ടൻ എങ്ങനെ ചെയ്യുന്നു? എനിക്ക് പ്രണയവർണ്ണങ്ങൾ. വിക്ടർ എനിക്കങ്ങനെ വിക്ടർ അല്ലേ? അതെ. നീ കളിയായിട്ട് പിന്നെ എനിക്ക് ബിജുചേട്ടൻ എല്ലാ സിനിമയിലും ചെയ്ത സംഭവം എല്ലാരും ബിജുചേട്ടനെ പിടിക്കുന്നത് കഥ ഇന്നുവരെ ഞാൻ പറഞ്ഞല്ലോ വെള്ളിമൂങ്ങ. വെള്ളിമൂങ്ങേ ചെറുപ്പത്തിൽ അല്ല ക്യാരക്ടറോ ഞാനിങ്ങനെ അഭിനയിക്കുന്നത്. എഴുതാനല്ലേ അറിയൂ, വായിക്കാറില്ലല്ലോ. അതുപോലെ ചെറുപ്പത്തിൽ മുടങ്ങാതെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാർട്ടൂൺ ഇപ്പൊ കണ്ടാലും നൊസ്റ്റു അടിച്ച് കാട്ടിലെ കണ്ണൻ. മൊത്തം പാട് പറയാനല്ലേ എനിക്ക് വൈകുന്നേരം 4 മണിക്ക് വരുമ്പോ കാട്ടിലെ കണ്ണൻ കാണാനായിരുന്നു ഇൻട്രസ്റ്റ്. അവിടെ മൗഗ്ലി മറ്റേ സാധനമല്ലോ ഈ പൂച്ചേലിയുടെ അത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരുന്നില്ലേ? അത് കഴിഞ്ഞ് കുറെ സാധനം ഉണ്ടോ നമുക്കറിയില്ല, മുന്നേയും കുറെ ഉണ്ടോ നമുക്കറിയില്ല. പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്കിൽ, ഈ സംഭവം ഈ ഒരു വിദ്യ അറിഞ്ഞിരുന്നെങ്കിൽ. ബീച്ചേട്ടൻ കളരിപ്പയറ്റ്. യെസ്, ദാറ്റ്സ് മൈ ഗേൾ. പറ. എല്ലാം പഠിച്ച. അല്ല, ഞാൻ ആലോചിക്കുന്നു പഞ്ചിൻ മറ്റേത് മേളിയും ചാടാൻ മറ്റേ പ്രണമോലൻ അല്ലല്ല
പാരാഗ്ലൈഡിങ് അല്ല പഞ്ചും അങ്ങനത്തെ അത് സ്കില്ലല്ലോ. സ്കൈ ഡൈവ് നമ്മളവിടെ പൈസ കൊടുത്താൽ നമ്മൾ ചാടി ആദ്യത്തെ 100 പ്രാവശ്യം ആള് കൂടെ ചാടും. 100 പ്രാവശ്യം കഴിഞ്ഞാൽ സോളോ അടിക്കും. സാധനമല്ല, എന്തോ പഞ്ചിങ് ബഞ്ചി ബഞ്ചി ജമ്പ്. ആ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് സ്കില്ല് കണ്ടോ? എനിക്ക് സ്വിമ്മിങ് അറിയില്ല. വേണമെങ്കിൽ പഠിക്കാം. ആർക്ക് എനിക്ക് വേണമെങ്കിൽ പഠിക്കായിരിക്കും. പക്ഷെ എന്തോ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ സ്വിമ്മിങ് പഠിക്കാൻ ഭയങ്കര തോന്നണല്ല. ആഗ്രഹമാണ്. വെള്ളത്തിൽ ഇറങ്ങണം. പറയണ്ടേ പ്രമോഷന്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും പക്ഷെ ക്ലോറിനിട്ട വെള്ളല്ലേ നമ്മളന്ന് പറഞ്ഞ പോലെ മരണക്കിണറിൽ പോയതല്ലേ മറ്റേ ഇത് കഴിഞ്ഞിട്ട് സ്കിൻ ട്രീറ്റ്മെന്റ് ബോഡിയൊക്കെ കിടക്കുമ്പോ മറ്റേ കഥയുന്ന വരെ. പറ സാർ. എനിക്ക് എഡിറ്റിംഗ് ഗ്രേഡിങ് പഠിച്ചതിന് ഷെബീറിന്റെ വീട്ടുകാർ ഒരാളെ കട്ട് ചെയ്യാം. സിനിമയിൽ തന്നെ നിൽക്കണം. പിന്നെ ഗ്രേഡിങ് പഠിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത പടത്തിൽ നമുക്ക് ഗ്രേഡ് ചെയ്യാലോ, വേറെ പുറത്ത് പോകണ്ടല്ലോ. ബാക്കിയല്ലേ ഇപ്പൊ ഒറ്റയ്ക്ക് അതുകൂടി പഠിച്ച് മുഴുവനായി ഇപ്പൊ ഒറ്റയ്ക്ക് ചെയ്യും എല്ലാം ബാലേന്ദ്ര മേനോൻ സ്റ്റൈൽ. അല്ല ദൂരം അത്ര പോകാനുള്ളൂ. ഇന്നിപ്പോ ഷമീറിന്റെ വീട്ടുകാർ പോണ്ടേ, അപ്പൊ അത് അപ്പോഴും ഷമീർ പുറത്തല്ല, വേറെ ഒന്നല്ല ഷമീർ. ആർജിച്ചെടുക്കാൻ കളരിപ്പയറ്റ് ഞാൻ പറഞ്ഞ ആദ്യമേ പറഞ്ഞോ, എനിക്ക് ഈ പ്രതിമകളൊക്കെ ഉണ്ടാക്കാനില്ല. ഞാൻ പടം വരയ്ക്കും, അപ്പം എനിക്ക് ശില്പങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കാൻ ആഗ്രഹമുണ്ട്. അതിനെന്താ പറയാ? അതല്ലേ നമ്മുടെ നേരിൽ അനശ്വര ചെയ്യുന്നതാണ്. ആ അത് തന്നെ. അനശ്വര അത് കണ്ണു തുറന്നിട്ട് ചെയ്യാൻ അവന് ഇഷ്ടം. നിങ്ങളെപ്പറ്റി കേട്ട് നിങ്ങൾ തന്നെ വണ്ടറായൊരു റൂമർ തന്നെയല്ലേ പറയാ. ഇത് എന്നെപ്പറ്റി ഇങ്ങനെ വന്നത് എന്ന് ചിന്തിച്ചൊരു സംഭവം ഉണ്ടാവില്ല. അങ്ങനൊന്നുമില്ല, ആരും പറഞ്ഞിട്ടില്ല. സങ്കടം എങ്കിലും ഞെട്ടിയ ഒരു സംഭവം. എന്നാലും നിഖിലെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ ഞെട്ടിയത് മതിയോ? മതി. എന്താണ് നിഖിലെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോ പറയുന്നില്ല. ഇതൊക്കെ ക്യാമറ ഓഫ് ആയി കഴിയുമ്പോ ചിലപ്പോ എന്റെ കൊങ്ങ കുടിക്കും. കല്യാണം നിഖില പറഞ്ഞില്ല. നിഖിലിനെ പറ്റി കേട്ട് നിഖില വണ്ടറായ റൂമർ. എന്നെ പറ്റി അങ്ങനെ ജനറലി റൂമേഴ്സ് കേൾക്കുന്നത് ഞാൻ കേൾക്കുന്ന ആരും ധൈര്യപ്പെടാറില്ല. പരദൂഷണം നമുക്ക് പുറത്താ. എന്നെ പറ്റി വേറെ സാറിനെ പറ്റി അങ്ങനെ എന്തെങ്കിലും സാർ കേട്ടിട്ടുണ്ടോ? എന്നെ കുറിച്ച് ഞങ്ങള് കൂടി ഇരുന്ന് പറയാം. എനിക്കാകെ ഇത് മാത്രം അല്ല ഒന്നുമില്ല. അതാണോ പറഞ്ഞോ? ധൈര്യമായിട്ട് പറഞ്ഞോ? ഇല്ല ഒന്നുമില്ല പ്രത്യേകിച്ച് അങ്ങനെ ആണോ? അനുശ്രീ ഇങ്ങനെ പറയാനായിട്ട് ഇല്ല വിമ്പൊന്നില്ല. ഇല്ല ഞാനങ്ങനെ കേട്ട് ഞെട്ടിപ്പോയ റൂമറുകളോ കാര്യങ്ങളോ ഒന്നും ഞെട്ടാറില്ല. അതെ കേട്ടതായാലും മതി. അങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോ നമ്മള് കൂടുതൽ വല്ല കല്യാണ കേസൊക്കെ ആയിരിക്കും എന്റെ കാര്യത്തിൽ വരുന്നത്. അത് കേട്ടിട്ട് ഞെട്ടാറോ ഒന്നുമില്ല. അത് എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കണം. എല്ലാ ആഴ്ച ഓരോന്ന് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ കേൾക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളും പോയിട്ടില്ല, നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഹക്കീമിനെ പറ്റി കല്യാണം കഴിക്കുന്നതിന് മുന്നേ സനയായിട്ട് ലവ് ആണെന്നൊരു സത്യമായ കാര്യമായിരുന്നു, പരസ്യമായ രഹസ്യമായിരുന്നല്ലേ അത്? ശരി, എല്ലാവർക്കും അറിയാം. അതെ അതെ. അങ്ങനെ നിങ്ങളുടെ ജീവിതം സിനിമയാക്കുമെങ്കിൽ അതിനിടാൻ പറ്റിയ പേര്? കഥയിന്ന് വരെ. ഇനി അതാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങളെ വിലയിരുത്തുന്ന ഒരു പേര് അത് പറ. ഞാൻ മേപ്പടിയാൻ 2. വേറെ എന്തോരം നല്ല പടങ്ങൾ എന്റെ സിനിമയ്ക്ക് വിലയില്ലേ? അത് നിങ്ങൾ തന്നെ പറയരുത്, വേറെ ആരെങ്കിലും പറയും. ഞാൻ പറയാം മേപ്പടിയാൻ 2. ഞാൻ അരവിന്ദന്റെ അതിഥികൾ. അരവിന്ദന്റെ അതിഥികൾ സ്വന്തം ജീവിതം കഥയാക്കുമെങ്കിലാണ്. വിഷ്ണു മോഹന്റെ അതിഥികൾ. കിട്ടുന്നില്ല. എന്റെ ജീവിത കഥയാക്കുകയാണെങ്കിൽ എന്തായിരിക്കും ടൈറ്റിൽ? മീഡിയ ഉറപ്പിച്ച തഗ്രാണി. അതൊരുമാതിരി മറ്റേ സോറി അതെനിക്ക് മനസ്സിലായി എന്താ പറയാ. സാധനം അത് വേണ്ട. അന്നൊരു പേര് പറ, ആഗ്രഹമുള്ളൊരു പേര്. എനിക്കില്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച്. ഒന്നാമത് എന്റെ ജീവിതത്തിൽ സിനിമയാക്കാൻ മാത്രം ഉള്ളതൊന്നുമില്ല. ആക്കുമെങ്കിൽ എന്തെങ്കിലും പറയൂ മിസ്റ്റർ അനുമോഹൻ. പാട്ടിടാൻ പറ്റുമോ? അതിടാ, അത് നമ്മൾ എഡിറ്റിംഗിൽ ഇടാം.
ഏട്ടെന്ന് പറഞ്ഞ ചോദ്യങ്ങൾ കുമ്പാരങ്ങളൊക്കെ കിടക്കും. ഇതല്ല ഏട്ടാ. അനുവീനു ചരിതം. വൗ. അത് കൊള്ളാല്ലേ? എഴുത്തില് കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ഓക്കെ, കരിയറിലെ മോസ്റ്റ് റീടേക്ക് സീൻ. റീടേക്ക് സീനോ? ആ, എടുത്തെടുത്ത് ഡയറക്ടറും നമ്മുടെ സിനിമയിൽ കഥ ഇന്നുവരെ ഞാൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയായിരുന്നു. അഭിനയിക്കാം. ഓക്കെ അല്ലേ ഡയറക്ടർ? ഞാൻ നിങ്ങൾ എപ്പോഴേലും ശരിയാവുമല്ലോ അപ്പൊ എടുക്കാം. പിന്നെ ഭയങ്കര തണുപ്പായിരുന്നു, ചൂട്. ചതിക്കാത്ത എന്തെങ്കിലും കൊച്ചനീഫമാർ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഭയങ്കര അഭിനയം. ജോമോ ചേട്ടൻ വരെ, ജോമോ ചേട്ടനൊക്കെ ഇത്രയും വലിയ സാധനം തോളത്തെടുത്ത് വെച്ചിട്ട് അത് വെളുപ്പിന് 2 മണി 3 മണി സമയമായിരുന്നു. ഓക്കെ, പറ. റീടേക്ക് പോയി ഒത്തിരി അങ്ങനെ റീടേക്ക് അറിഞ്ഞൂടാ. പടങ്ങളിലൊക്കെ അല്ലല്ല അങ്ങനെ ഈ പറഞ്ഞ റീടേക്ക് ഇവര് ഒരുമിച്ചായിരുന്നു. അത് ഘോരമായിട്ടുള്ള ഡയലോഗുകളൊക്കെ ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു സമയത്ത് എനക്ക് ഒന്നും ഇല്ല ഇവിടുന്നല്ലോ 3 മണിക്ക് വെളുപ്പിനെ. ഭയങ്കര തണുപ്പ്. ഞങ്ങള് വിചാരിച്ചു കട്ട് പറയാൻ നമ്മള് എക്സ്പ്രഷൻ വിടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് സംശയമല്ലോ. ഇത് തന്നെയാണ് ശരിക്കും കഥ ഇന്ന് വരെ ആയിരുന്നു? അല്ല അങ്ങനെയല്ല. അയ്യോ ഇനിയും പോയാലും മോശമാവോ അല്ലെങ്കിൽ ഒത്തിരി ടേക്ക് പോയെന്ന് തോന്നിയിട്ടുള്ള ഒരു മൂവി അങ്ങനെ പറയാനില്ല. പക്ഷെ ചില മൂവികളിൽ ഈ പറഞ്ഞ പോലെ 3, 4, 5 അത്രയൊക്കെ ടേക്ക് നമ്മൾ നോർമലി എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള സീൻസിനൊക്കെ ആണെങ്കിലും പോവാറുണ്ട്. അല്ലാണ്ട് അങ്ങനെ 10, 15, 20 അങ്ങനൊന്നും പോയിട്ട് അയ്യോ പ്രശ്നം അങ്ങനെ തോന്നിയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ ഇല്ല. ഒരു 5 or 6 ടേക്ക് കഴിയുമ്പോഴത്തേക്കും ഡയറക്ടർക്കും മനസ്സിലാവും ഇതേ വരുള്ളൂ. അതോടുകൂടി അതെ കൂടുതൽ വരില്ല എന്നുള്ളത് അവർക്കും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മളും പ്രകടമാക്കും. അപ്പൊ പിന്നെ അത് സത്യം തന്നെ ആയിരിക്കും. 4-മത്തെയും 5-മത്തെയും ഒക്കെ ടേക്കിൽ കൊടുക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാധനം 6-മത്തെ ടേക്കിൽ വരുമെന്നൊന്നും അറിയില്ല. നമ്മള് ഇപ്പൊ 5-6 ടേക്ക് എടുക്കും, ചിലപ്പോ ആദ്യത്തെ ടേക്ക് തന്നെ വെക്കും. അങ്ങനെ ഒരു സംഭവം ഫസ്റ്റ് ടേക്ക് ഇസ് ഓൾവേസ് ബെസ്റ്റ് ടേക്ക് അങ്ങനെ എന്താ പറയില്ലേ? നമുക്ക് അവർക്ക് അങ്ങനെയില്ല. നമുക്ക് മറ്റേ നമുക്കങ്ങനെയാണ്. നമ്മള് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് ഫസ്റ്റ് ടേക്കിലായിരിക്കും. നമ്മള് ഭയങ്കര അത്രയും നേരം പ്രിപ്പയർ ആയിട്ടൊക്കെ പറയുന്നത് ഫസ്റ്റ് ടേക്കിലായിരിക്കും. അപ്പൊ തന്നെ ഇവര് കട്ട് വിളിച്ച് വേറെ അങ്ങനെയാവും. എനിക്കിപ്പോ റീസെന്റ് ആണെങ്കിൽ ഗുരുവായൂരമ്പലം നടയിൽ ഞാനും ബേസിലായിട്ട് കാണുന്ന സീൻ ഒരു 18-19 ചിരിച്ചിട്ടല്ലേ? എനിക്ക് തോന്നുന്നു ബിഗ് ബെനിലെ ആയിരിക്കും. അതങ്ങനെ ഒരു വലിയ സീക്വൻസ് ഒന്നും അല്ല, ഒരു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അപ്പൊ ആക്ച്വലി എനിക്ക് അങ്ങോട്ട് പെർമിഷൻ ഉണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോഴും പോലീസുകാർ കൈ പിന്നെ പോയി എടുക്കുക. അത് കുറെ വരെ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഷോട്ട് കിട്ടിയത്. ഓക്കെ, അപ്പം അത് മതി. നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നിലവിൽ അമ്മയിൽ നടക്കുന്ന സിനിമയിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്ന സമയത്തൊക്കെ കണ്ട മോസ്റ്റ്ലി കമൻസ് എന്തായിരുന്നു വെച്ചാൽ, അപ്പോൾ നിഖിലെ പറ്റി പറയുകയാണെങ്കിൽ നിഖിലെ അങ്ങനല്ല നിഖിലെ പറ്റി ഞാൻ പറയാന്നല്ല, നിഖിലെ പറ്റിയിട്ടുള്ള അഭിപ്രായം വെച്ചിട്ട് ആളുകൾ പറയണ സ്ത്രീ പ്രാതിനിധ്യം വേണ്ട സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് അമ്മയിൽ സ്ത്രീ പ്രാതിനിധ്യം വേണ്ട സ്ഥലങ്ങളിലൊക്കെ നിഖിലെ പോലെയുള്ള ആളുകൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന എന്താ പറയുക കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ഒരാൾ വന്നിരുന്നെങ്കിൽ നല്ലതാണ് എന്നുള്ളൊരു ജന സംസാരമുണ്ട്. സോ നിഖില എങ്ങനെയാണ് അങ്ങനെ ഒരു ഓഫറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വന്നാൽ അത് സ്വീകരിക്കും? ഞാൻ പറഞ്ഞു എല്ലാ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ടല്ലോ, നീ തന്നെ പറഞ്ഞോ? ആണോ? എല്ലാരും ചോദിച്ചു? വേറൊരാള് ചോദിച്ചു. ആണോ? ഞാനത് ആരോടും ഇപ്പൊ പറയുകയും ചെയ്തു. ഞാൻ ഇത് ചോദിക്കും നിഖില ഇല്ല എന്ന് പറഞ്ഞ് നിർത്തും. അതെന്താ അങ്ങനെ? അല്ല നമുക്ക് അത് പറ്റും എന്നുള്ളതുകൊണ്ടാണല്ലോ ആളുകൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഉത്തരവാദിത്തമായി കർത്തവ്യമായിട്ട് ഏറ്റെടുത്തുകൂടെ അങ്ങനെ വന്നാൽ? ഇല്ല, എനിക്കെന്തോ എനിക്ക് പുറത്തൊന്ന് പറയാൻ പുറത്തുനിന്ന് കമന്റ് ചെയ്യാൻ പറ്റുമല്ലേ? അകത്ത് കയറൂല, പണിയെടുക്കുന്ന പരിപാടി അത് ഭയങ്കര ഉത്തരവാദിത്തമുള്ള പൊസിഷനാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഒരു പണിയില്ലാത്തവരല്ല അതിൽ പോയി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്കൊക്കെ നിരന്തരം ജോലി, അതായത് നിങ്ങൾ ഓഫീസ് വർക്ക് ചെയ്യുന്നത് പോലെ പോയി ഇരുന്ന് ചെയ്യേണ്ട ഒരു ജോലിയാണ് നിങ്ങൾ ഈ ഇപ്പോൾ അസോസിയേഷനിൽ ഒരു കമ്മിറ്റിയിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം അത്രയും ജോലി ചെയ്യാനുള്ളൊരു
സ്പേസിലല്ല ഇപ്പം ഞാൻ സിനിമകൾ ചെയ്യുമ്പോൾ എനിക്ക് അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എനിക്ക് അത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം എന്നോടൊരു അഭിപ്രായം അവരവിടെ നിന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനകത്തൊരു അഭിപ്രായം ഞാൻ പറയുന്നതല്ലാതെ എനിക്ക് ആ പൊസിഷൻ ഏറ്റെടുത്ത് ചെയ്യാൻ മാത്രമുള്ള സ്പേസിൽ ഞാൻ ഇപ്പം ഇല്ല. നാളെ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെയല്ലേ അവൾ ഇല്ലാന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം. അതെ, ഇന്നത്തെ കാര്യമില്ല നമുക്ക് പറയാൻ പറ്റും. ശരി. അപ്പോൾ ഇനി കഥ ഇന്ന് വരെയിലേക്ക് വരുമ്പോൾ ബിജു മേനോൻ പ്രധാന വേഷത്തിലെത്തുന്നു. അതുപോലെ തന്നെ മേത്തിൽ ദേവിക ആദ്യമായി സിനിമയിലേക്ക് വരുന്നു. അതൊരു വലിയ ഇമ്പാക്റ്റ് ആണ്. ഇപ്പോൾ സാർ പറഞ്ഞ ഒരുപാട് ശ്രമകരമായിരുന്നു ആ ഒരു കാസ്റ്റിംഗ് ശരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് മേത്തിൽ ദേവിക ആപ്റ്റ് ആണ്, അവരല്ലാതെ പറ്റില്ല എന്നുള്ളൊരു സംഭവമാണോ ശരിക്കും? അതുകൊണ്ട് അങ്ങനല്ല, അത് ആക്ച്വലി പിന്നെ മേത്തിൽ ദേവിക എന്നുള്ളതല്ലായിരുന്നു. അതായത് ആ ക്യാരക്ടറിന് നമുക്കൊരു 40+ ഏജ് ഉള്ള ഒരു എന്താ പറയുക, നമ്മുടെ സിനിമാ നടി അല്ലാത്ത ഒരു നോൺ ഫേസ് ആൾക്കാർ, ഒരു പബ്ലിക് അറിയുന്ന ഇമേജ് ഉള്ള ഒരാൾ കിട്ടിയാൽ നല്ലതാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ കുറേ ഓപ്ഷൻസ് നമ്മൾ ആലോചിച്ചു, പല ഫീൽഡിലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് മേതിൽ ദേവിക എന്നൊരു ഓപ്ഷനിൽ നല്ല ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നാന്ന് തോന്നി. അങ്ങനെ ഞാനും നമ്മുടെ ക്യാമറമാൻ ജോമോൻ ചേട്ടനോടെ പോയിട്ട് ആണ് കഥ പറയുന്നത്. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരെല്ലാം കേട്ടിട്ട് കഥയൊക്കെ ഉള്ള നന്നായിട്ട്, പക്ഷേ ഞാൻ സിനിമയിലേക്കില്ല, ഞാൻ സിനിമ ചെയ്യുന്നില്ല എന്ന് ക്ലിയറായിട്ട് പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു കേട്ടു. പിന്നെ നമ്മളിങ്ങനെ ഒരു കുറേ നാൾ ഞാനിങ്ങനെ ഒരു 1.5 വർഷത്തോളം നമ്മൾ എന്താ പറയുക ഫോളോ അപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് ഒരു ചെറിയ വന്നിട്ട് അങ്ങനെ നമ്മളിത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ട് പുള്ളിക്കാരി പല ആൾക്കാരും ചോദിക്കാറുണ്ട്, അതായത് ഇതിനകത്ത് നൃത്തത്തിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണോ അല്ലെങ്കിൽ ഭയങ്കര പെർഫോമൻസ് അങ്ങനെ ഒന്നുമില്ല. ഇതിനകത്തൊരു സർക്കാർ ഓഫീസിലെ ജിയോളജി വകുപ്പിലൊരു ജോലിക്കാരിയായിട്ടാണ് ചെയ്യുന്നത്. അത് നൃത്തമില്ല, ഭയങ്കര അഭിനയ ചെയ്താക്കേണ്ട സീനുകളും ഇല്ല, സാധാരണ ഒരു ക്യാരക്ടറാണ്. പക്ഷേ പുള്ളിക്കാരി വന്നതിൻ്റെ ഒരു ഇതുവരെ ചെയ്യാത്ത ഒരാൾ ചെയ്യുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഈ ചേട്ടനും അവരുമായിട്ടുള്ളൊരു കോമ്പിനേഷൻസ് ഉണ്ട്. പിന്നെ മറ്റുള്ളവർ ആ ഒരു രീതിയിലുള്ളൊരു പുതുമ. ഇപ്പം നമ്മൾ നോർമലി ഇപ്പോൾ വേറെ ആളെ കാസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ വരാത്ത ഒരു ഇമ്പാക്റ്റ് അതിനകത്ത് ഉണ്ട്. നമ്മളിപ്പോൾ ഔട്ട്പുട്ട് കാണുമ്പോൾ ഉണ്ട്. അതാണ്, അല്ലാതെ വേറെ തരത്തിലുള്ള ക്രൈറ്റീരിയ ഒന്നും വെച്ചിട്ടല്ല. ശരി. ഈ ബിജു മേനോനായിട്ടുള്ള അല്ലെ ബിജു സാറായിട്ടുള്ള കോമ്പിനേഷൻസ് എല്ലാവർക്കും ഉണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അങ്ങനെ എല്ലാവർക്കും ഇല്ല, കുറച്ച് പേർക്കൊക്കെ ആണോ? നിഖില ഉണ്ടായിരുന്നു? ഇല്ല, പറയാൻ പറ്റില്ല ഇല്ലാതാണോ? പറയാൻ പറ്റില്ല. ആ, അങ്ങനെ. അക്കിം ബ്രോ എന്താണ് ബിജു ചേട്ടനായിട്ടുള്ള? അനു നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, അത് ആ ഒരു കെമിസ്ട്രി വർക്ക് ആവില്ല. CPS സുജിത്ത് നമ്മുടെ പറയും. അനുശ്രീ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മുന്നേ ആണെങ്കിൽ ബീച്ചേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അനക്കെല്ലാം ചെയ്തു, തലവൻ ചെയ്തു. ഞാൻ മാത്രമേ ഇല്ലാത്തുള്ളൂ. നിഖിലാണ്, അതാണ് നിഖില ചോദിച്ചത്. ഇങ്ങനെ തന്നെയായിരുന്നു സെറ്റിൽ വരെ ഈ പറയുന്ന കൊടുക്കൽ വാങ്ങൽ പരിപാടി? തീർച്ചയായിട്ടും. അല്ലെന്നറിയാം, ഒന്ന് നമുക്ക് എന്താ പറയുക, ഇവരെ രണ്ടുപേരും എനിക്ക് നേരത്തെ തൊട്ട് ഞാൻ സിനിമയിൽ അനുശ്രീ ഞാൻ സിനിമ വരുന്നതിന് മുമ്പോട്ട് അറിയാം, എങ്കിലേ മേപ്പടിയും ചെയ്യുന്നതിന് മുമ്പോട്ട് അറിയാം. അപ്പൊ അങ്ങനെ ഒരു അടുപ്പുണ്ട്. പിന്നെ ഇവര് നമ്മൾ ഇതിനൊക്കെ വന്നപ്പോൾ ഉള്ളൊരു അപ്പൊ ആ ഒരു അടുപ്പമുണ്ട്. ഫൈനലി നമുക്ക് പ്രേക്ഷകരോട് പറയുമ്പോ ഇത് എന്ത് തരം സിനിമയാണ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്? ഇത് എന്ത് തരം സിനിമയാണല്ലോ? അതെ, അതാണല്ലോ. എന്തൊരു ജോണറാണ് നമുക്ക് ഔട്ട് ചെയ്യാൻ പറ്റുമോ? എന്താ ജോണർ? ലവ് സ്റ്റോറി. ലവ് സ്റ്റോറി, പ്യുവർ ഫാമിലി ബേസ്ഡ് ലവ് സ്റ്റോറി. ഓക്കെ, സോ ഒരു ഫാമിലി ചിത്രമാണ്, ഓണത്തിന് വരികയാണ്. സോ ഫൈനലി എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? മേപ്പടിയാന് ശേഷം രണ്ടാമത് ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ഡയറക്ടറിൻ്റെയും സെക്കൻഡ് ഫിലിം ഫസ്റ്റ് ഫിലിമിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു സിനിമ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ആ എക്സൈറ്റ്മെൻറ്റ് നമ്മൾ ഈ സിനിമ അത് ആലോചിക്കുന്ന സമയം മുതൽ ഇപ്പോൾ ഈ പ്രൊമോഷൻസ് വരുമ്പോൾ വരെ എനിക്ക് ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇത് തിയേറ്ററിൽ വരുമ്പോൾ ആളുകൾ കാണുമ്പോൾ ഉള്ളൊരു അത് നിലനിർത്താൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഇതാണ്. പിന്നെ രണ്ട് എന്താ പറയുക, മേപ്പടിയാനെ കണ്ട അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ട ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ, നമ്മൾ ആ അതേ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സിനിമയും ചെയ്തിരിക്കുന്നത്. സോ പറ എന്തെങ്കിലും പ്രേക്ഷകരോട് എന്താ പറയുക? സിനിമ വരെയാണ്. സോ അതെ, ഒരു അടിപൊളി സിനിമയാവും അല്ലേ? സെറ്റ് അതെന്താ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത? സെപ്റ്റംബർ 20-ാം തീയതി അങ്ങനല്ലല്ലോ നേരത്തെ പറഞ്ഞതൊക്കെ. കുറച്ചുകൂടെ ഉറപ്പുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഗായ്സ്, പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ, ഓണം തൂക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.